നിങ്ങൾ പോകുന്ന വെബ്സൈറ്റിലെ ലിങ്ക് അടക്കം നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് റീചാർജ് ചെയ്യേണ്ട അവരെന്ത് ചെയ്യും, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. ദുബായിൽ ഡു ആൻഡ് എത്തിസലാത്ത്, ഇവിടെ നമ്മൾ എയർടെൽ വോഡഫോൺ പറയുന്ന പോലെ അവിടുത്തെ മൊബൈൽ പ്രൊവൈഡേഴ്സ്. ഈ മിസ്റ്റേക്ക് പറ്റിയ ആൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോഗറാണ്, അയാളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അയാൾ പോയി ഗൂഗിൾ സെർച്ച് ചെയ്യും, എത്തിസലാത്ത് റീചാർജ് ചെയ്യുമ്പോൾ താഴെ ഒരു സ്പോൺസേർഡ് ആഡ് വരും. അത് നോക്കിയിട്ട് എത്തിസലാത്തിന് ലോഗോ ഉണ്ട്, കളറൊക്കെ ഉണ്ട്. ആ വെബ്സൈറ്റ് എന്തായിരുന്നു, etisalat.abc.com. ഒരു വെബ്സൈറ്റിന്റെ മെയിൻ ഡൊമൈൻ എന്താണ്, etisalat.abc.com ആണോ അല്ലെങ്കിൽ abc.com.etisalat ആണോ കറക്റ്റ് ഡൊമൈൻ? abc.etisalat ആണ് കറക്റ്റ് ഡൊമൈൻ. കാരണം എന്താ, abc എന്ന സബ് ഡൊമൈൻ ആണ്, etisalat.com എന്ന പാരന്റ് ഡൊമൈൻ. ഇതെന്ത് ചെയ്തു, ഒരു സ്കാം ആയിരുന്നു. abc.com എന്ന കമ്പനിയാണ്, ഒരു എക്സാമ്പിൾ ആണ്. കറക്റ്റ് യുആർ ലിങ്ക് ഓർമ്മ, അത് abc പറയാൻ കാരണം അവർ എത്തിസലാത്തിന്റെ പേര് വെച്ച് ആക്കിയാണ്. എന്നിട്ട് അതിലേക്ക് പോകുമ്പോൾ ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ആ വെബ്സൈറ്റിൽ പോയി എത്തിസലാത്തിനെ പോലെ തന്നെ എത്തിസലാത്തിന് ലോഗോ ഉണ്ട്, ആ കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് മറ്റു പറ്റുന്ന ഒരു അബദ്ധം എന്നാണോ, OTP ചോദിക്കുക എന്ന് പറയുമ്പോൾ OTP കൊടുക്കാൻ ഒറ്റ ലക്ഷ്യമാണ്, അതിൽ വരുന്ന എമൗണ്ടോ കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഇയാൾ റീചാർജ് കൊടുത്തു, 100 ദിർഹം റീചാർജ് ക്ലിക്ക് ചെയ്തു, ഇയാൾക്ക് ഒരു OTP ഫോണിൽ വന്നു, $1000 ആയിട്ട് മെസ്സേജ്. അയാളെ ശ്രദ്ധിച്ചിട്ടില്ല. OTP ഒരു എത്തിസല സൈറ്റിൽ വരുന്നത് OTP 1234 നമ്പർ എടുത്തു കൊടുത്തു. അത് കൊടുത്തോട് കിട്ടും കയ്യിലുള്ള $1000 ആണ്. ഇതാണ് വൺ ഓഫ് ദ ഹാക്കിംഗ് ബട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ചെയ്യാൻ നടക്കുന്ന. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടത് നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും.